ഹലോ, എല്ലാവർക്കും സുഖല്ലേ? ഞാനിവിടെ സൂപ്പറായിട്ടിരിക്കുകയാണ് കേട്ടോ. ഓൾ ഫാമിലിയായിട്ട് ഒരു ബർത്ത്ഡേ ഫങ്ഷൻ തീരുമാനിച്ച അപ്പം തന്നെ ഞങ്ങൾ തീരുമാനിച്ച ഒരു കാര്യമാണ് കേട്ടോ. രുദ്രുവിൻ്റെ കൂടെ 1 ഡേ ഞങ്ങൾ രണ്ടുപേരും സ്പെൻഡ് ചെയ്യണമെന്ന്. അങ്ങനെ ഞങ്ങൾ തിരഞ്ഞെടുത്ത സ്ഥലമാണ് ആനമല ഹിൽ ടോപ്പും പിന്നെ പറമ്പിക്കുളം ടൈഗർ റിസർവും. അങ്ങനെ രാവിലെ തന്നെ ഞങ്ങൾ ജേർണി തുടങ്ങി. ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിർത്തിയത് ഒരു ചെറിയ തട്ടുകടയിലാണ് കേട്ടോ. ഇവിടെ ഒരു ചേച്ചിയാണ് എല്ലാം ഉണ്ടാക്കുന്നത്. അവിടെ ആപ്പം, ഇഡ്ഡലി, ദോശ അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് അപ്പപ്പോൾ ഉണ്ടാക്കി തരുന്ന ഒരു രീതിയാണ് ഇവിടെ. ഞാൻ ആപ്പവും അപ്പു നൂലപ്പുമാണ് കേട്ടോ വാങ്ങിയത്. ഇവിടെ നമുക്ക് അങ്ങനെ ലിമിറ്റഡ് കറി അങ്ങനെയൊന്നുമില്ല. ഇവിടെ വെച്ചിരിക്കുന്ന കുടുക്കയിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള കറി ഇതിന് യൂസ് ചെയ്യാൻ പറ്റും. അതെനിക്ക് വളരെ ഇഷ്ടമായി തോന്നി കേട്ടോ. പിന്നെ ഞങ്ങളതാ ഇവിടുന്ന് ജേണി തുടങ്ങി. ഏകദേശം പോകുന്ന വഴിയൊക്കെ നല്ല അടിപൊളി കാഴ്ചയാണ് കേട്ടോ. വശത്തെ ട്രിപ്പ് മെയിൻലി രുദ്രുവിനായതുകൊണ്ട് തന്നെ കുറച്ചും കൂടി രുദ്രു എൻജോയ് ചെയ്യുന്ന ഒരു പ്ലേസ് ആവണം എന്ന് ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. ആദ്യം നമ്മൾ പോകുന്നത് തമിഴ്നാട് ബോർഡറിലുള്ള ടോപ്പ് സ്ലിപ്പിലേക്കാണ്. പോകുന്ന വഴി ഇതുപോലത്തെ ചെറിയ ചെറിയ കടകളുണ്ട് കേട്ടോ. അതിൽ ഒരമ്മൂമ്മ അവരുടെ വീട്ടിലുള്ള മാങ്ങ ഒക്കെ ഇങ്ങനെ റോഡ് സൈഡിൽ ഇങ്ങനെ ഉപ്പും മുളകൊക്കെ ഇട്ട് വിൽക്കണ കണ്ടപ്പോൾ ഞാനത് ഒരെണ്ണം വാങ്ങി. അങ്ങനെ ഞങ്ങൾ ഇതാ ആനമല ടൈഗർ റിസർവിൻ്റെ എൻട്രൻസിലെത്തി കേട്ടോ. ഈ ചെക്ക് പോസ്റ്റിൽ നമ്മുടെ വണ്ടിയുടെ നമ്പറും പേരും രജിസ്റ്റർ ചെയ്തതിന് ശേഷം വേണം മുകളിലേക്ക് പോകാൻ. രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് നമുക്ക് ഇത് കൂടെ പാസ് ചെയ്യാനുള്ള പെർമിഷനുള്ളൂ. നമ്മൾ ആദ്യം എത്തിയത് ജംഗിൾ സഫാരിയുടെ പ്ലേസിലേക്കാണ് കേട്ടോ. ഇവിടെ വാൻ സഫാരി ഉണ്ട്, ജീപ്പ് സഫാരി ഉണ്ട്. വാൻ എടുക്കണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 30 പേരെങ്കിലും വേണമെന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ ഞങ്ങളൊരു 5 പേരേ ഉണ്ടായിരുന്നുള്ളൂ വീക്ക് ഡേ ആയത് കാരണം കൊണ്ട്. അപ്പം നമ്മൾ ജീപ്പ് സഫാരിയാണ് ഓപ്റ്റ് ചെയ്തത്. ജീപ്പ് സഫാരി ഓപ്റ്റ് ചെയ്യുന്നവർക്ക് പെർ ഹെഡ് 450 റുപ്പീസാണ് വരുന്നത്. ഇതൊരു 1.5 അവർ ജേണിയാണ്. നമ്മൾ പോകുന്നത് ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെയുള്ള ഒരു ട്രക്കിങ് പോലെയാണ് കേട്ടോ. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് ആനിമൽസിനെയൊക്കെ കാണാമെന്നാണ് ഇവിടുന്ന് പറയുന്നത്. കഴിഞ്ഞ പ്രാവശ്യം തരംഗമായ മസനഗുഡി വഴി ഊട്ടി ഞങ്ങളും പോയിരുന്നു കേട്ടോ. ആ സമയത്ത് ഞങ്ങൾക്ക് ഇഷ്ടംപോലെ എനിമൽസിനെ കാണാൻ പറ്റിയിരുന്നു. എലിഫൻറ്റും മങ്കീസും ഡിയർ, ഇന്ത്യൻ ഗോർ അങ്ങനെ എല്ലാ മികപ്പെട്ട ആനിമൽസിനെയും ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം കാണാൻ പറ്റി കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ അടിപൊളി എക്സ്പെക്റ്റേഷനിലാണ് ഇരിക്കണത്. എന്തെങ്കിലും ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ അത് നന്നായിരുന്നു എന്ന് പറഞ്ഞിട്ട്. ഞങ്ങളുടെ കൂടെ ഉള്ള ഈ പുള്ളി ഒരു ഗൈഡാണ് കേട്ടോ. ഞങ്ങളുടെ കൂടെ വന്നിരുന്ന ബാക്കി 2 ടൂറിസ്റ്റേഴ്സിൻ്റെ കൂടെ വന്നതാണ് ആൾ. അപ്പോൾ ആൾക്ക് അത്യാവശ്യം ഇത് ഇവിടുത്തെ ഡീറ്റെയിൽസൊക്കെ അറിയാമായിരുന്നു. അപ്പോൾ ആൾ നമുക്കിങ്ങനെ പറയുമായിരുന്നു ഇവിടെ മെയിൻലി കാണാൻ പറ്റുന്നത് നമുക്കിങ്ങനെ ഡിയേഴ്സിനെയാണെന്ന്. അത് പറഞ്ഞു തീർന്നില്ല, ഞങ്ങൾക്ക് കുറേ ഡിയേഴ്സിനെ കാണാൻ പറ്റി കേട്ടോ. ഓൺ ദ വേയിൽ അവിടെയും ഇവിടെ എല്ലാവിടെയും ആയിട്ട് ഇങ്ങനെ ഡിയേഴ്സിനെ നമുക്ക് കാണാൻ പറ്റിയിരുന്നു. മാനിനെ കാണാൻ തുടങ്ങിയതിന് ശേഷം രുദ്രു ഭയങ്കര എക്സൈറ്റഡ് ആയി കേട്ടോ. ആൾ പിന്നെ സൗണ്ടൊക്കെ ആക്കി ഭയങ്കര എനർജറ്റിക് ആയിട്ട് നിന്നു. അപ്പോഴാണ് നമ്മുടെ കൂടെ ഇരുന്ന ആ ഗൈഡ് പറയുന്നത് ഇവിടെ നമുക്ക് സ്റ്റേ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആ പാക്കേജ് എടുക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നൈറ്റ് ഇത് കൂടെ ട്രക്കിങ്ങിന് പോവാമെന്ന്. ഞങ്ങളുടെ എക്സൈറ്റ്മെൻറ്റിനെ ഒട്ടും ഡിസപ്പോയിൻറ്റഡ് ആക്കാതെ ഞങ്ങൾക്ക് കാണാൻ പറ്റിയ ആളാണ് ഈ നിൽക്കുന്നത് കേട്ടോ, ആന. ആനേനെ കണ്ടപ്പോൾ ഞങ്ങളെല്ലാവരും വളരെയധികം എക്സൈറ്റഡായി. ഒട്ടും പ്രതീക്ഷയല്ല ഞങ്ങൾക്ക് ഈ ഒരു ജേണിയിൽ ആന ഇത്ര അടുത്ത് കാണാൻ പറ്റുന്നുള്ളത്. ഇവിടെ ആദ്യം ഒരു എലിഫൻറ്റ് ക്യാമ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ എലിഫൻറ്റിന് ഫുഡ് കൊടുക്കുന്ന ഒരു സെക്ഷനും അങ്ങനെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു പണ്ട്. പക്ഷേ ഇപ്പം അത് സ്റ്റോപ്പ് ചെയ്തു എന്നാണ് ആൾ പറയുന്നത്. ഈ കാണുന്ന വീടുകളില്ലേ, ഇത് ഇവിടുത്തെ ട്രൈബ്സിന് വേണ്ടിയിട്ട് ഇവിടുത്തെ ഗവൺമെൻറ് കെട്ടിക്കൊടുത്ത വീടുകളാണ് കേട്ടോ. ഞങ്ങളുടെ എക്സൈറ്റ്മെൻറ്റിനെ മോടി കൂട്ടുന്ന പോലെ ഞങ്ങൾക്ക് കാണാൻ പറ്റുന്ന എല്ലാ ആനകളായിരുന്നു കേട്ടോ. അതും ഇത്ര അടുത്ത് ഇത്ര ആനകളെ കാണാൻ പറ്റുന്നത് ഞങ്ങൾ ഈ ജേർണി തുടങ്ങിയപ്പോൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല.
പിന്നെ ഓൺ ദ വേയിൽ ഞങ്ങൾക്ക് ഇന്ത്യൻ ഗോറിനെയും കാണാൻ പറ്റി, ബ്ലാക്ക് മങ്കി, അങ്ങനെ കുറേ മങ്കീൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സും കാണാൻ പറ്റിയിരുന്നു കേട്ടോ. അങ്ങനെ 1.5 മണിക്കൂറിൻ്റെ കാടിൻ്റെ ഉള്ളിലത്തെ ജേണി കഴിഞ്ഞ് ഞങ്ങളെ എവിടെ നിന്ന് കയറ്റിയോ അവിടെ തന്നെ ഇവർ കൊടുന്ന് വിട്ടു കേട്ടോ. ഈ ഒരു ജേണി എനിക്കും അപ്പൂനും രുദ്രനും വളരെ ഇഷ്ടപ്പെട്ടു. ഇനിയും ഇവിടെ വരുന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് ഞങ്ങളിതാ പറമ്പിക്കുളത്തേക്ക് പോവുകയാണ്.